ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് കേരളത്തിൽ നിന്നും കുറച്ച് അമ്മച്ചിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും നാം ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ അവരെ കൈയടിച്ച് ഹാർദവമായി സ്വീകരിക്കണം. ആതുര സേവന രംഗത്തെ മികവ് തെളിച്ച് നിരവധി അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളവരുടെ കൂടെ ജോലി ചെയ്ത് എന്നാൽ സ്വന്തമായി ഒരു അവാർഡ് പോലും വാങ്ങാത്ത ഹോം നേഴ്സായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ആകാവുന്ന കാലത്തെ പ്രതാപം തെല്ലും കുറയ്ക്കാതെ മുടിയും മുറിച്ചിട്ട് നടക്കുന്ന ആനപ്പാറയിൽ നിന്നും വന്ന അച്ചാമ്മ. അഭിമാനം നേടിക്കൊടുത്ത വനിതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴ പോലും തെറ്റിപ്പോയ എന്നാൽ ഒരു മെഡൽ പോലും വാങ്ങാത്ത ഒറ്റപ്പാലത്ത് നിന്നും വന്ന വത്സമ്മ. സംഘത്തിന്റെ ഇലക്ഷൻ അടുത്തവങ്ങളും പ്രസിഡന്റ് ആകണമോ സെക്രട്ടറി ആകണമോ എന്ന് ആലോചിച്ച് ഇലക്ഷൻ കഴിയുന്നതുവരെ പള്ളിമുറ്റത്ത് പോലും പോകാതെ പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും മലയാളം പോലും നന്നായി സംസാരിക്കാൻ അറിയാത്ത അട്ടപ്പാടിയിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥി സാറാമ്മ. ചെറുപ്പം മുതലേ ഡോക്ടറാകണമെന്ന ലക്ഷ്യത്തോടെ ഏതു നേരവും പഠനത്തെ മാത്രം ലക്ഷ്യം വെച്ച് നടന്ന് തന്റെ മക്കൾ ഡോക്ടർ ആകുന്നതിന് മുൻപ് തനിക്ക് ഡോക്ടറേറ്റ് എടുക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ മുന്നേറി അവസാനം വയസ്സാം കാലത്ത് ഡോക്ടറേറ്റ് എടുത്ത ഡോഗ്വുഡിൽ നിന്നും വന്ന ഡോറാമ്മ. പാചകത്തിൽ അത് നിപുണയാണെന്നും മിസസ് കെ എം മാത്യുവിനെ വെല്ലുന്ന കൈപുണ്യമുണ്ടെന്ന് സ്വയം പ്രശംസിക്കുന്ന ഇവർ ചെറുപ്പം മുതലേ ജഡ്ജി ആകണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും വാക് സാമർഥ്യം മാത്രം കൈമുതലായ ഏലപ്പാറയിൽ നിന്നും വന്ന ഏലമ്മ. സൗന്ദര്യം തനിക്ക് വേണമെന്ന ആശയോടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടെങ്കിലും ഇപ്പോഴും മേക്കപ്പ് ചെയ്ത് പാച്ച് വർക്ക് ചെയ്ത് നടക്കുന്ന കുണ്ടറയിൽ നിന്നും വന്ന കുഞ്ഞമ്മ. തനിക്ക് പ്രായമായ കാര്യം നാട്ടിൽ എല്ലാവരും അറിയുമെന്ന മനോവിഷമത്തോടെ ആന്റി എന്നോ മിസ്സിസ് ചിന്നു എന്നോ മാത്രം വിളിക്കാൻ ആഗ്രഹിക്കുന്ന ചിറ്റൂരിൽ നിന്ന് വന്ന് ചുറ്റി നടക്കുന്ന ചിന്നമ്മ.
കൊടുക്കുകയും സ്വയം ഉണ്ടാക്കിയ ബൊക്കെ കൊണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്ന പൂപ്പാടിയിൽ നിന്നും വന്ന പുഷ്പമ്മ. ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ പാടുപെടുന്ന സഹോദരിമാർക്കായി കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ PhD എടുത്ത ആളാണിവർ. കുട്ടികളെ നോക്കുവാൻ ഒരു ഡേ കെയർ തുടങ്ങുന്നതിന് പ്ലാനുണ്ട്. വേണ്ടവരെ സമീപിക്കാവുന്ന മൂന്നാറിൽ നിന്നും വന്ന മറിയാമ്മ. നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ജഡ്ജി അമ്മയെ തന്നെ ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതിനെ വിളിക്കാമല്ലേ? യുവർ ഓണർ, ഞങ്ങളുടെ പെറ്റീഷനുകളെല്ലാം അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. 3 വർഷം അങ്ങയുടെ കൂടെ നടന്ന് അവസാനം 3 പ്രാവശ്യം അങ്ങയെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് IPC വിഭാഗം 48A 48B വിശ്വാസവഞ്ചന വകുപ്പ് പ്രകാരം 10 വർഷം ജയിലിൽ കിടന്ന് ഗോതമ്പൊടിയിൽ കഴിയേണ്ടി വന്ന പത്രോസിനോട് അങ്ങ് ക്ഷമിച്ചതുപോലെ അടിയങ്ങളോടും ക്ഷമിക്കണമേ. ആമേൻ. ഈ അമ്മച്ചിമാരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന എല്ലാത്തിനും ഇവർ പാട്ടിലൂടെയാണ് ഉത്തരം തരിക. കേരളത്തിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി ബാൾട്ടിമോറിലെ കൈരളി എന്ന മലയാളി സംഘടനയുടെ 2015 ക്രിസ്മസ് പ്രോഗ്രാമിന് പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയ ഓരോ അമ്മച്ചിമാർക്കും നമസ്കാരം. അമ്മച്ചിമാരുടെയൊക്കെ ദേശം എവിടെയാണ്? എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. പിന്നെ എവിടെയാണ് സ്വന്തമായ ദേശം? അക്കരെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അമ്മച്ചിമാരുടെ ഭർത്താക്കന്മാർക്ക് എന്ത് പറയുന്നു? അമ്മച്ചിമാരൊക്കെ സുന്ദരികളായതിനാൽ അവർ നല്ല സുന്ദരന്മാരായിരിക്കും അല്ലേ? എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാനുലകിൽ കാണുന്നില്ല, വേറെയും ഞാൻ കണ്ടിട്ടുമില്ല. അമ്മച്ചിമാരുടെ ഭർത്താക്കന്മാർ നല്ല സുന്ദരന്മാരാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവർ അമ്മച്ചിമാരെ നന്നായി നോക്കുമായിരിക്കുമല്ലേ? എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈയോളങ്ങളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളേറ്റി താരാട്ടുപാടും മെല്ലെ ചാഞ്ചകമാടുന്ന സ്നേഹം, ആ സ്നേഹം
നിങ്ങളുടെ അമ്മായിയമ്മമാരെല്ലാം വളരെ നല്ലവരായിരിക്കും അല്ലേ? ഏതുനേരത്തും പിശാചിടച്ച ചെയ്തിടും. ഏതുനേരത്തും പിശാചിടച്ച ചെയ്തിടും. അശ്ശോ, അപ്പൊ അങ്ങനെയാണോ? അപ്പോൾ അമ്മച്ചിമാർ ഇതൊക്കെ നന്നായി സഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഞാനാണോ? നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടും. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടും. അപ്പോ ഇതൊക്കെ കാണുമ്പോൾ അമ്മച്ചിമാർ പെട്ടെന്ന് പതറിപ്പോകാറുണ്ടോ? പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവധി വന്നിടിലും. അതൊക്കെ പോട്ടെ, പിന്നെ അമ്മച്ചിമാരുടെ മക്കളെ കുറിച്ച് എന്ത് പറയുന്നു? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവികരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. അപ്പോൾ അമ്മച്ചിമാരുടെ മരുമക്കളോ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ശോ, ഈ അമ്മച്ചിമാരുടെയൊക്കെ ഒരു ഭാഗ്യമേ. ഭർത്താക്കന്മാരെയും മക്കളെയും എല്ലാം നാട്ടിൽ നിർത്തിയിട്ട് ബാൾട്ടിമോറിലെ കൈരളിയുടെ ക്രിസ്മസിന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ നിങ്ങൾ എന്ത് പറയുന്നു? എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് കൈരളിയുടെ പ്രസിഡന്റിനെ കണ്ടിരുന്നോ? ആ കൈരളി പ്രസിഡന്റിനെ കുറിച്ച് എന്ത് പറയുന്നു? സുന്ദരനാ മനോഹരനാ. ഒന്നുകൂടി ഒന്ന് വിവരിക്കാമോ? ഇത്ര നല്ല മനുഷ്യൻ, ഉത്തമശീലൻ, നിത്യരാജാവൻ, കൂട്ടാളിയാൻ. ഈ കൈരളി എന്ന സംഘടനയൊക്കെ മുന്നോട്ട് കൊണ്ട് നടക്കുവാൻ ഒത്തിരി തലവേദനയുള്ള കാര്യമാണ്. 19 കമ്മിറ്റിക്കാരും മറ്റും വെച്ച് അവരുടെ പല പല അഭിപ്രായങ്ങളും കേട്ട് അതിനിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും വന്ന് അതിനൊക്കെ ഉത്തരം കൊടുത്ത് കൈരളി എന്ന സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കൈരളി പ്രസിഡന്റിനോട് അമ്മച്ചിമാർക്ക് എന്താ പറയാനുള്ളത്? ആകുലനാകരുതേ, മകനേ അസ്വസ്ഥനാകരുതേ. ഏതായാലും ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ ഓരോ ചോദ്യത്തിനും പാട്ടിലൂടെ ഉത്തരം തന്നെ ഞങ്ങളെ വളരെയധികം രസിപ്പിച്ച ഓരോ അമ്മച്ചിമാരോടും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. എടാ കൊച്ചനെ, എടാ ഫോട്ടോക്കാരൻ കൊച്ചനെ എവിടെ പോയി? ഈ അമ്മച്ചിമാരുടെ ഒരു ഫോട്ടോ എടുത്ത് മോനെ. പിന്നെ ആ കൈരളി പ്രസിഡന്റ് എവിടെയാ? കൈരളി പ്രസിഡന്റ് ഇരിക്കുന്ന ഒന്ന് വായോട്ട്.
ആ